ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. താനിപ്പോ ഈ കുടുംബത്തിലൊരു അംഗമാ. എന്റെ അളിയന. രാജീവിനെ ഞങ്ങൾ ആരും വിട്ടുകളയില്ല. എന്റെ സഹോദരന്റെ സ്ഥാനത്താ ഞാൻ രാജീവിനെ കാണുന്നതും. ഗൂഗിൾ കൊടുക്ക. അളിയൻ ചായ കുടിച്ചേ. എന്തുപറ്റി? ചായക്ക് ചൂട് കൂടുതലാണോ? ഗൂഗിളിന് മനസ്സിലായോ രാജീവ് എന്താ ചോദിക്കുന്നതെന്ന്? ഇല്ല, തനിക്ക് മനസ്സിലായോ? രാജീവ് നമ്മളെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതിന് ക്ഷമിക്കണമെന്നാ രാജീവ് പറയുന്നേ, അല്ലേ? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ അളിയ. അളിയൻ അപകടം പറ്റിയോണ്ടാണെങ്കിലും അളിയന്റെ പഴയ സ്വഭാവത്തിൽ നിന്ന് ഒരുപാട് മാറിയല്ലോ. അതാ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. നിങ്ങൾ രണ്ടുപേരും ഒരുമയോടെ സ്നേഹത്തോടെ ഇരിക്കുന്നതാ ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം. അളിയൻ കുറച്ച് റെസ്റ്റ് എടുക്ക്. എനിക്ക് 1-2 മെയിൽ അയക്കാനുണ്ട്. ഞാനിപ്പോ വരാം. ശരിയെന്നാ. അടുക്കളയില് കുറച്ച് പണി എനിക്കുണ്ട്. ഞാൻ ശിശിരേച്ചി ഇങ്ങോട്ട് പറഞ്ഞു വിടാം. ശിശിരേച്ചി, ചേച്ചി എന്താ ഫോൺ നോക്കി ഇവിടെ ഇരിക്കുന്നെ? അകത്തേക്ക് ചെല്ലേ. ഓ, എനിക്കങ്ങ് വയ്യ അവിടെ പോയിരിക്കാൻ. അതെന്താ പറ്റാത്തെ? അതിനകത്ത് മുഴുവൻ മരുന്നിന്റെ മണോ, എനിക്ക് ഛർദിക്കാൻ വരും. രാജീവിന് പകരം ചേച്ചിക്കായിരുന്നു സംഭവിച്ചിരുന്നെങ്കിലോ? മരുന്നിന്റെ മണം അപ്പൊ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നോ? രോഗവും ആക്സിഡന്റും ഒക്കെ മനുഷ്യൻ എപ്പോ വേണമെങ്കിലും വരാവുന്നതാ. ആ സമയത്ത് ആരായാലും ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും. രാജീവ് ചേച്ചിയുടെ ഭർത്താവാ, അത് ഓർമ്മ വേണം. അതിങ്ങനെ ഓർമ്മിപ്പിക്കണമെന്നില്ല, എനിക്കറിയാം. പക്ഷെ ചേച്ചിയുടെ പെരുമാറ്റം കണ്ടാ അങ്ങനെയല്ല തോന്നുന്നേ. ഭാര്യയും ഭർത്താവും പരസ്പരം താങ്ങും തണലും ആവേണ്ടവരാ. മേലിൽ ചേച്ചി ഇങ്ങനെ ഒന്നും സംസാരിക്കരുത്. നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? ഈ അപകടം പറ്റുന്നവരെ എന്തായിരുന്നു രാജീവേണ്ണോടുള്ള ചേച്ചിയുടെ സ്നേഹം? ഇപ്പൊ ഒന്ന് വീണപ്പോ നോക്കാൻ മടി. മര്യാദയ്ക്ക് മൊബൈൽ മാറ്റിവെച്ചിട്ട് അകത്തേക്ക് ചെല്ലല്ലേ പറഞ്ഞേ.